ഹലോ ഓൾ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മൊഡ്യൂൾ 6 അനാറ്റമി സെഷനിൽ നോൺ ലിവിങ് ഇൻക്ലൂഷൻ ഓഫ് പ്ലാന്റ് സെൽ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ നോൺ ലിവിങ് ഇൻക്ലൂഷൻ ഓഫ് പ്ലാന്റ് സെല്ലിൽ മൊത്തം 4 നോൺ ലിവിങ് ഇൻക്ലൂഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. സിസ്റ്റോലിത്ത്, റാഫിഡ്സ്, എല്യൂറോൺ ഗ്രെയിൻസ് ആൻഡ് സ്റ്റാർച്ച് ഗ്രെയിൻസ്. അപ്പം എന്തൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് നമുക്ക് നോക്കാം. ആദ്യം സിസ്റ്റോലിത്ത്. എന്താണ് സിസ്റ്റോലിത്ത് എന്നുള്ളതാണ്. കാൽസ്യം കാർബണേറ്റിൻ്റെ ക്രിസ്റ്റൽസിനെയാണ് നമ്മൾ സിസ്റ്റോലിത്ത് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ സെല്ലിലുള്ള കാൽസ്യം കാർബണേറ്റ് ക്രിസ്റ്റൽസിനെയാണ് നമ്മൾ സിസ്റ്റോലിത്ത് എന്ന് പറയുന്നത്. ആൻഡ് ഈ സിസ്റ്റോലിത്ത് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഫാമിലീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. മൊറേസിയെ, അർട്ടിക്കേസിയെ, എക്കാന്തേസിയെ, കുക്കുർബിറ്റേസിയെ. ഇത്രയും ഫാമിലീസിലാണ് ഈ സിസ്റ്റോലിത്ത് എന്ന് പറയുന്ന നോൺ ലിവിങ് ഇൻക്ലൂഷൻ കോമൺ ആയിട്ട് കാണുന്നത്. ആൻഡ് ഇതാണ് സിസ്റ്റോലിത്തിൻ്റെ ഡയഗ്രാം. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എപ്പിഡേമിസിൻ്റെ തന്നെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടാണ് ഇത് വളർന്നിട്ടുള്ളത്. ഓക്കെ, സോ നമുക്കിതിനെ സെല്ലുലോസിക് എക്സ്റ്റൻഷൻ ഓഫ് സെൽവാൾ എന്ന് പറയാം. ഓക്കെ, സെൽവാളിൻ്റെ തന്നെ ഒരു സെല്ലുലോസിക് എക്സ്റ്റൻഷനാണ് ഈ സിസ്റ്റോലിത്ത് എന്ന് പറയുന്നത്. ആൻഡ് ഇവിടുത്തെ ഈ ഈ 2 ഡയഗ്രത്തിലും അതെ, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സിസ്റ്റോലിത്തിനെ ഒരു ഗ്രേപ്പിൻ്റെ ഒരു കൂട്ടം, അല്ല ഒരു ബഞ്ച് ഓഫ് ഗ്രേപ്പായിട്ട് നമുക്ക് അതുപോലെ നമുക്ക് കാണുമ്പോൾ തോന്നുന്നുണ്ടല്ലേ. അപ്പം ഇത്തരത്തിൽ ഒരു ബഞ്ച് ഓഫ് ഗ്രേപ്സ്, മുന്തിരിക്കുല പോലെ സിസ്റ്റോലിത്ത് കാണുന്നത് എക്സാമ്പിളാണ് ബനിയൻ ട്രീൻ്റെ ലീഫ് സെൽസ്. ഓക്കെ, നമ്മുടെ ആൽമരത്തിൻ്റെയൊക്കെ ലീഫ് സെൽസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരിൽ നമുക്ക് സിസ്റ്റോലിത്ത് ഈ ഒരു രൂപത്തിലാണ്, ഒരു മുന്തിരിക്കൊല പോലെയൊക്കെ ആയിട്ടാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അതാണ് സിസ്റ്റോലിത്ത്. ഇവിടെ ചോദിക്കാൻ സാധ്യതയുള്ളത് എന്താണ് സിസ്റ്റോലിത്ത് എന്നുള്ളത്. അതായത് കാൽസ്യം കാർബണേറ്റ് ക്രിസ്റ്റൽസ് ആണ് ശരിക്കും ഈ സിസ്റ്റോലിത്ത്. അത് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഇങ്ങനെ മുന്തിരിക്കൊല പോലെ കാണുന്ന സിസ്റ്റോലിത്ത് അത് ഏതിലാണ് കാണുന്നത് എന്നുള്ളൊരു ചോദ്യം. ബനിയൻ ട്രീയുടെ ലീഫ് സെൽസിലാണ് നമുക്ക് ഇത്തരത്തിൽ സിസ്റ്റോലിത്ത് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്രയാണ് സിസ്റ്റോലിത്തിനെ കുറിച്ച് പഠിക്കാനുള്ളത്. അടുത്തത് റാഫൈഡ്സ് ആണ്. റാഫൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കാൽസ്യം ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് ആണ്. നമ്മൾ ആദ്യം പറഞ്ഞ സിസ്റ്റോലിത്ത് കാൽസ്യം കാർബണേറ്റ് ക്രിസ്റ്റലായിരുന്നു. ആൻഡ് റാഫൈഡ്സ് വന്നിട്ട് കാൽസ്യം ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് ആണ്. ഡയഗ്രാം നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാൻ പറ്റും. ഇവർ തിന്നാണ്, ഇലോങ്ങേറ്റഡ് ആണ്, നീഡിൽ ലൈക്ക് ആണ് അല്ലേ. തിന്നാണ്, ഇലോങ്ങേറ്റഡ് ആണ്, നീഡിൽ ലൈക്ക് ആണ്. ആൻഡ് കോമൺലി ഈ റാഫൈഡ്സ് ഒരു റാഫൈഡ് സാക്കിൻ്റെ ഉള്ളിലാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ എപ്പോഴും ബണ്ടിൽസ് ആയിട്ടായിരിക്കും കാണാനായിട്ട് പറ്റാം. ഇത്തരത്തിലുള്ള ബണ്ടിൽസിനെയാണ് നമ്മൾ റാഫൈഡ് ബണ്ടിൽസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത് കോമൺ ആയിട്ട് കാണുന്നത് അഗേവിൻ്റെ ലീഫിലൊക്കെയാണ്. അതായത് ശതാവരിയുടെ ഒക്കെ ലീഫിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ റാഫൈഡ്സ് ഒക്കെ വളരെ കോമൺ ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ റാഫൈഡ്സ് ഓർത്തിരിക്കുക, കാൽസ്യം ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് ആണ് റാഫൈഡ്സ് എന്നുള്ളത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്തതാണ് എല്യൂറോൺ ഗ്രെയിൻസ്. അപ്പോൾ എല്യൂറോൺ ഗ്രെയിൻസിനെ കുറിച്ച് നോക്കാം. ഈ എല്യൂറോൺ ഗ്രെയിൻസ് എന്ന് പറയുന്നത് പ്രോട്ടീൻ ഗ്രാന്യൂൾസ് ആണ്. ഓക്കെ, എല്യൂറോൺ ഗ്രെയിൻസ് എന്നുള്ളത് പ്രോട്ടീൻ ഗ്രാന്യൂൾസ് ആണ്. ഈ ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ പ്രോട്ടീൻ ഗ്രാന്യൂൾസ് വിച്ച് ഇസ് കൺസിസ്റ്റ് ഓഫ് 2 ഓവേർഡ് ആൻഡ് 2 ക്രിസ്റ്റലോയിഡ് ബോഡീസ്. 2 ഓവേർഡ് ബോഡീസും അതുപോലെ തന്നെ 2 ക്രിസ്റ്റലോയിഡ് ബോഡീസും നമുക്ക് കാണാനായിട്ട് പറ്റും. ആൻഡ് വിച്ച് ഈസ് എൻക്ലോസ്ഡ് ഇൻ എ പ്രോട്ടീൻ മെമ്പറൈൻ. ഒരു പ്രോട്ടീൻ മെമ്പറൈൻ്റെ ഉള്ളിൽ 2 ഓവേർഡ് ബോഡീസും അതുപോലെ തന്നെ 2 ക്രിസ്റ്റലോയിഡ് ബോഡീസും കാണാനായിട്ട് പറ്റും. ഇതിൽ ഈ ഗ്ലോബോയിഡ് ബോഡീസ് എന്നുള്ളത് ഡയഗ്രം നോക്കിക്കേ, ഗ്ലോബോയിഡ് ബോഡീസ് ഉണ്ടല്ലേ. അപ്പോൾ ഈ ഗ്ലോബോയിഡ് ബോഡീസ് എന്നുള്ളത് മിനറൽ ഡെപ്പോസിറ്റ്സ് ആണ്. ഓക്കെ, മിനറൽ ഡെപ്പോസിറ്റ്സ് ആണ്. അതുപോലെ തന്നെ ക്രിസ്റ്റലോയിഡ്സ് എന്നുള്ളത് പ്രോട്ടീൻ ബോഡീസ് ആണ്. ഒന്ന് മിനറലുമാണ്, ഒന്ന് പ്രോട്ടീനുമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് എല്യൂറോൺ ഗ്രെയിൻസിനെ പറ്റി പറയാനുള്ളത്. എല്യൂറോൺ ഗ്രെയിൻസ് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടീൻ ഗ്രാനുൾസ് ആണ്. റാഫൈഡ്സ് എന്തായിരുന്നു? കാൽസ്യം ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് ആണ്. സിസ്റ്റോലിത്ത് എന്തായിരുന്നു? കാൽസ്യം കാർബണേറ്റ് ക്രിസ്റ്റൽസ് ആണ്. ആൻഡ് ദ ലാസ്റ്റ് വൺ സ്റ്റാർച്ച് ഗ്രെയിൻസ് ആണ്. സ്റ്റാർച്ച് ഗ്രെയിൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സ്റ്റാർച്ച് ഗ്രെയിൻസ് ആദ്യം ക്ലോറോപ്ലാസ്റ്റിലാണ് ഫോം ചെയ്യപ്പെടുക. ഓക്കെ, ആദ്യം ക്ലോറോപ്ലാസ്റ്റിലാണ് ഫോം ചെയ്യപ്പെടുക. ആൻഡ് അതിനുശേഷം ഇത് അമൈലോപ്ലാസ്റ്റിൽ റീസിന്തസൈസ് ചെയ്യപ്പെടും. ഓക്കെ, റീസിന്തസൈസ്ഡ് ഇൻ അമൈലോപ്ലാസ്റ്റ്. ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് സ്റ്റോറേജ് ഓർഗൻസിലാണ്. പ്ലാന്റ്സിലുള്ള സ്റ്റോറേജ് ഓർഗൻസിലാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. അതുപോലെ തന്നെ ഒരു
കോർ പോയിന്റിന് ചുറ്റും ലെയേഴ്സ് ആയിട്ടാണ് അതിനെ കാണാനായിട്ട് പറ്റുക. ഇപ്പോൾ ഈ ഡയഗ്രം നോക്കിക്കഴിഞ്ഞാൽ സെൻറ്ററിൽ ഒരു കോർ പോയിന്റ് ഉണ്ട്, അതിൻ്റെ ചുറ്റും ഇത്തരത്തിൽ ലെയേഴ്സ് ആയിട്ടാണ് നമുക്ക് ഈ സ്റ്റാർച്ച് ഗ്രെയിൻസിനെ കാണാനായിട്ട് പറ്റുക. ആൻഡ് ആ ഒരു കോർ പോയിന്റിനെ നമ്മൾ ഹൈലം എന്ന് പറയുന്നു. ഓക്കെ, ആ ഒരു കോർ പോയിന്റിന് നമ്മൾ ഹൈലം എന്ന് പറയുന്നു. ആൻഡ് ബേസ്ഡ് ഓൺ ദി പൊസിഷൻ ഓഫ് ദി ഹൈലത്തിൻ്റെ പൊസിഷൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ സ്റ്റാർച്ച് ഗ്രെയിൻസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒന്ന് കോൺസെൻട്രിക് സ്റ്റാർച്ച് ഗ്രെയിൻസ്, പിന്നെ ഒന്ന് എക്സെൻട്രിക് സ്റ്റാർച്ച് ഗ്രെയിൻസ്. ഓക്കെ, കോൺസെൻട്രിക് സ്റ്റാർച്ച് ഗ്രെയിൻസ് എന്നും അതുപോലെ തന്നെ എക്സെൻട്രിക് സ്റ്റാർച്ച് ഗ്രെയിൻസ് എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഈ കോൺസെൻട്രിക് സ്റ്റാർച്ച് ഗ്രെയിൻസിൽ ഹൈലം സെൻറ്ററിലായിട്ടായിരിക്കും കാണാനായിട്ട് പറ്റുക. ഓക്കെ, ഹൈലം സെൻറ്ററിലായിട്ടായിരിക്കും കാണാനായിട്ട് പറ്റുക. അതിന് എക്സാമ്പിളാണ് ഗോതമ്പ്. ആൻഡ് എക്സെൻട്രിക് സ്റ്റാർച്ച് ഗ്രെയിൻസിൽ ഹൈലം ഒരു അറ്റത്തായിട്ട്, ഒരു എൻഡിലായിട്ടായിരിക്കും കാണാനായിട്ട് പറ്റുക. ആൻഡ് അതിന് എക്സാമ്പിളാണ് ഉരുളക്കിഴങ്ങ്. ഓക്കെ, ആൻഡ് ഈ സ്റ്റാർച്ച് ഗ്രെയിൻസിൻ്റെ ഷേപ്സിൽ ഒരുപാട് വേരിയേഷൻസ് കാണാനായിട്ട് പറ്റും. ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഒരു ഡയഗ്രാം കണ്ടില്ലേ, ഓരോന്നിലും ഓരോ ഷേപ്പിലായിരിക്കും സ്റ്റാർച്ച് ഗ്രെയിൻസ് കാണാനായിട്ട് പറ്റുക. പൊട്ടറ്റോയിലാണെങ്കിൽ ഒരു ഓവൽ ഷേപ്പായിരിക്കും, ഗോതമ്പിലാണെങ്കിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള ഷേപ്പാണ്, അതുപോലെ ചോളത്തിലൊക്കെ ആണെങ്കിൽ ഒരു പോളിഗണൽ ഷേപ്പിലായിരിക്കും കാണാനായിട്ട് പറ്റുക. പയറിലാണെങ്കിൽ ഒരു സ്ഫെറിക്കൽ ഷേപ്പിലൊക്കെ ആയിട്ടായിരിക്കും നമുക്ക് സ്റ്റാർച്ച് ഗ്രെയിൻസ് കാണാനായിട്ട് പറ്റുക. ആൻഡ് ഏറ്റവും ചെറിയ സ്റ്റാർച്ച് ഗ്രെയിൻസ് ഉള്ളത് റൈസിനാണ്. ഓക്കെ, റൈസിനാണ് ചെറിയ സ്റ്റാർച്ച് ഗ്രെയിൻസ് പ്രസൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു കോമ്പൗണ്ട് സ്റ്റാർച്ച് ഗ്രെയിൻസ് കാണാനായിട്ട് പറ്റും. അതായത് രണ്ടോ അതിൽ കൂടുതലോ സ്റ്റാർച്ച് ഗ്രെയിൻസ് ഇത്തരത്തിൽ ഫ്യൂസ് ചെയ്ത് നിൽക്കുന്ന ടൈപ്പ് ഓഫ് സ്റ്റാർച്ച് ഗ്രെയിനെയാണ് നമ്മൾ കോമ്പൗണ്ട് സ്റ്റാർച്ച് ഗ്രെയിൻ എന്ന് പറയുന്നത്. അതൊരു എക്സാമ്പിളും കൂടി നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. നമ്മുടെ നെല്ല്, ഒറൈസ സറ്റേവ ഇത്തരത്തിൽ കോമ്പൗണ്ട് സ്റ്റാർച്ച് ഗ്രെയിൻസിന് എക്സാമ്പിളാണ്. അപ്പോൾ ഇത്രയാണ് നോൺ ലിവിങ് ഇൻക്ലൂഷനിൽ പറയാനുള്ളത്. ഒന്നാമത്തെ സിസ്റ്റോലിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? അത് കാൽസ്യം കാർബണേറ്റ് ക്രിസ്റ്റൽസ് ആയിരുന്നു. അടുത്തത് റാഫൈറ്റ്സ്, അത് കാൽസ്യം ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് ആയിരുന്നു. ദെൻ എല്യൂറോൺ ഗ്രെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടീൻ അല്ലേ, പ്രോട്ടീൻ ഗ്രെയിൻസ് ആണ്, അല്ലെങ്കിൽ പ്രോട്ടീൻ ഗ്രാന്യൂൾസ് ആണ്. അതിൽ തന്നെ നമുക്ക് 2 ഓവോയിഡും ബോഡീസും 2 ക്രിസ്റ്റലോയിഡ് ബോഡീസും കാണാനായിട്ട് പറ്റും. അതിനെ എൻക്ലോസ് ചെയ്തിട്ട് ഒരു പ്രോട്ടീൻ മെംബ്രെയിനും ഉണ്ടായിരിക്കും. പിന്നെ സ്റ്റാർച്ച് ഗ്രെയിൻസ് ആദ്യം പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് ക്ലോറോപ്ലാസ്റ്റിലാണ്. ആൻഡ് അത് റീസിന്തസൈസ് ചെയ്യപ്പെടുന്നത് അമൈലോപ്ലാസ്റ്റിലാണ്. ഏറ്റവും കൂടുതലായിട്ട് സ്റ്റാർച്ച് ഗ്രെയിൻസ് കാണുന്നത് സ്റ്റോറേജ് ഓർഗൻസിലാണ്. പ്ലാന്റ്സിൻ്റെ സ്റ്റോറേജ് ഓർഗൻസിലാണ് ഏറ്റവും കൂടുതലായിട്ട് സ്റ്റാർച്ച് ഗ്രെയിൻസ് കാണുന്നത്. ആൻഡ് എങ്ങനെ കാണപ്പെടുന്ന ഒരു കോർ പോയിന്റിന് ചുറ്റും ഇത്തരത്തിൽ ലെയർ ആയിട്ടാണ് സ്റ്റാർച്ച് ഗ്രെയിൻസ് കാണാനായിട്ട് പറ്റുന്നത്. ആൻഡ് ആ ഒരു കോർ പോയിന്റിനെയാണ് നമ്മൾ ഹൈലം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് നോൺ ലിവിങ് ഇൻക്ലൂഷൻ ഓഫ് പ്ലാന്റ്സ് സെല്ല് പറയാനുള്ളത്. ഇത്രയും ഭാഗത്ത് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കാം. ഓക്കെ, ബാക്കി വീഡിയോസ് നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു.